മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ ഇന്ന് വിധി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എപ്പോഴാണ് കോടതി വിധി പറയുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷഫീദ്, കേൾക്കാമോ? എപ്പോഴാണ് കോടതി വിധി പറയുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിർണായകമായിട്ടുള്ള കോടതി നടപടികളായിരിക്കും ഇന്നൊരു പക്ഷേ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നടക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ, അതായത് ഏറ്റവും ഒടുവിൽ ഈ ഹർജി കോടതി പരിഗണിച്ചപ്പോൾ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് മാത്യു കുഴൽനാടൻ എടുത്തിരുന്നു. മാത്രമല്ല, ഇക്കാര്യം പ്രത്യേക ഹർജിയായി നൽകാൻ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ നിർദ്ദേശവും നൽകിയിരുന്നു. പിന്നാലെയാണ് ഈ കേസിൽ വിധി പറയുന്നതിനായി മാറ്റിയത്. ഈ ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നുള്ള വാദമാണ് സർക്കാർ ഉയർത്തിയത്. മാത്രവുമല്ല, ഇത് ഹൈക്കോടതിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നതിനാൽ നിലവിൽ അന്വേഷണം സാധ്യമല്ല എന്നുള്ള നിലപാട് വിജിലൻസും കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിജിലൻസ് കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ തരത്തിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു നടപടി കൂടിയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. വേണോ ഷഫീദ്, ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തേണ്ടതല്ല ഇത് എന്ന രീതിയിലുള്ള കുഴൽനാടന്റെ നിലപാട്? വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ മാത്യു കുഴൽനാടന്റെ നിലപാടെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ളത് അഴിമതി നിരോധന നിയമപ്രകാരം പരിധിയിൽ വരുന്നതാണെന്നും മാത്രമല്ല അത് വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണം കോടതിക്ക് ഉത്തരവിടാം. ഒന്നുകിൽ വിജിലൻസിനോട് ആ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം, അതല്ലെങ്കിൽ കോടതിക്ക് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്യാം. എന്നാൽ കോടതി അങ്ങനെ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഭാഗമായിട്ടായിരിക്കും പോവുക. അത് പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കാനും കഴിയില്ല. അതേസമയം വിജിലൻസ് അന്വേഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം എന്നുള്ള കാര്യം ഉയർത്തിയത് ഒരു രാഷ്ട്രീയ വിഷയമാക്കാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഇക്കാര്യത്തിലെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കേണ്ട, പകരം വിജിലൻസ് ഇത് അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് കടന്നിരിക്കുന്നതിലും അതടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ന് കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.